الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്ന വിശ്വാസികൾക്കുള്ള ഒരു കവാടത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്: മൻ മാത്ത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ മരണപ്പെട്ടു, അവൻ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ശരിക്ക് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തൗഹീദ്, ഈ പവിത്രമായ ആശയമാണ് ഇസ്ലാം. ഇതിന്റെ പ്രബോധനം, ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ രണ്ടർത്ഥത്തിലും പ്രയോജനപ്രദമാക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, തൗഹീദുള്ള ഒരു ജീവിതവും തൗഹീദ് ഉൾക്കൊണ്ട ഒരു സമൂഹത്തിനു വേണ്ടിയുള്ള അധ്വാനവും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദി പ്രബോധനത്തിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ തടസ്സങ്ങളായി രണ്ട് മനോഭാവങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളർന്ന് വരുന്നുണ്ട്. ആ രണ്ട് മനോഭാവങ്ങളും തിരിച്ചറിയുകയും പ്രതിവിധി കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒന്നാമത്തെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അത് നമ്മുടെ സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് പുറത്തുനിന്നുള്ള ഒരു ആക്ഷേപമാണ്. ഏകദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതും അത് മാത്രമാണ് ശരി എന്നതും ഭീകരതയുടെ വിത്താണ് എന്നാണ് പുറത്തുനിന്നുള്ള ആക്ഷേപം. യഥാർത്ഥത്തിൽ തന്റേത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഭീകരതയല്ല. ഭീകരത എന്ന് പറയുന്നത് തന്റെ ശരി എല്ലാവരും നിർബന്ധപൂർവം സ്വീകരിക്കണം എന്ന മനോഭാവമാണ്. ഇതാണ് തിരുത്തപ്പെടേണ്ടത്.
കാരണം ഇസ്ലാം അതിന് എതിരാണ്. ഇസ്ലാമിൽ നിർബന്ധമേ ഇല്ല. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല എന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പ്രവാചകന്മാരുടെ ദൗത്യവും തുടർന്നു വരുന്ന മുഅ്മിനുകളുടെ ദൗത്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഒരു പവിത്രമായ ആദർശത്തെ ആളുകളുടെ ചിന്തകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അതിനാൽ പ്രവാചകരെ താങ്കൾ ഉത്ബോധിപ്പിക്കുക, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനേ അല്ല. അവരെ നിർബന്ധിക്കേണ്ടുന്ന ഒരു വിഷയമേ മതത്തിന്റെ കാര്യത്തിൽ ഇല്ല. സൂറത്തുൽ കാഫിറൂൻ അതിങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകദൈവ വിശ്വാസം എന്നുള്ളത് പവിത്രമാണ്. ഈ സന്ദേശം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, പക്ഷേ സ്വീകരിച്ചവർക്ക് അത് പറയുക എന്നുള്ളത് ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റൊന്ന്, സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത്, ഏത് വിശ്വാസം സ്വീകരിച്ചാലും ഒരാൾ നാളെ പരലോകത്ത് രക്ഷപ്പെടും. വിശ്വാസികളായ കുറെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ നന്മ ചെയ്താൽ മതി, നന്മ കൂടെയുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നാണ്. ഈ വിശ്വാസവും ഈ ചിന്തയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഒരാൾ വിശ്വാസിയാകുമ്പോൾ മാത്രമാണ് അയാളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുക. ഒരാൾ പവിത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അവനിൽ നിന്ന് അവൻ എത്ര വലിയ നന്മ ചെയ്താലും പ്രതിഫലാർഹമാവുകയുള്ളൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെ മതമായി ആഗ്രഹിക്കുന്ന പക്ഷം, അല്ലാഹു പറയാണ്, അല്ലാതെ ഏതൊരു ചിന്തയെയും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫലൻ യുഖ്ബല മിൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പവിത്രമായ വിശ്വാസം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ നന്മകളാണ് അള്ളാഹു പരിഗണിക്കുക. അത് സ്വീകരിക്കാനും അത് സ്വീകരിക്കാതിരിക്കുവാനും ഈ പവിത്രമായ മതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നതോടൊപ്പം അത് എത്തിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് നാം ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ തൗഹീദ് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം എന്ന ഈ തൗഹീദ് പറഞ്ഞാൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകും, ഭിന്നിപ്പുണ്ടാകും എന്നുള്ളതാണ് സമുദായത്തിനകത്തു നിന്നും പലരും ഉയർത്തുന്ന ആശങ്ക. യഥാർത്ഥത്തിൽ ചില ന്യായങ്ങളൊക്കെ അവർ പറയും. ഒന്ന്, കുടുംബം അത് തെറ്റുമെന്നാണ്. മറ്റൊന്ന്, മനുഷ്യർ തമ്മിലുള്ള സൗഹൃദങ്ങൾ ഉടഞ്ഞു പോകുമെന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനം ദുഷ്കരമായി തീരും, സാമുദായിക ഐക്യം തകരും, മഹല്ലുകൾ ഭിന്നിപ്പിക്കപ്പെടും. പിന്നെ ഒന്നുകൂടി ചേർത്ത് പറയും, ഫാസിസത്തിന്റെ ഇത്തരം കാലത്ത് ഈ തൗഹീദ് പറയുക എന്നുള്ളത് വലിയ ദോഷം ചെയ്യും എന്നൊക്കെ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയത് പരിശോധിച്ചാലും, ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ഈ ഒരു വിശ്വാസത്തെ 1000 തവണ ആവർത്തിക്കുവാനും അതിലൂടെ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് നൽകുമെന്നുമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രയാസമുണ്ടായാലും എന്തുകൊണ്ടാണ് വിശ്വാസികൾ തൗഹീദ് പഠിക്കണം എന്നും പറയണം എന്നും പറയുന്നത്? അതിനൊന്നാമത്തെ കാരണം, ഇത് മാത്രം പറയാതെ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഈ വിശ്വാസം ശരിയാകാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ പവിത്രമായ ആശയത്തെ മനസ്സിലേക്ക് ക്രമീകരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം തൗഹീദ്
മൂടിവെക്കുന്നത് പ്രബോധകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. നാം ആരോടാണോ നന്മയെക്കുറിച്ച് സംസാരിക്കുന്നത്, ആ മനുഷ്യരുടെ ഏറ്റവും വലിയ നന്മ മൂടിവെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള നന്മകൾ സംസാരിക്കുന്നത് എങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാരോടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് കൽപ്പന? ലഇൻ അശ്റഖ്ത, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. ശിർക്ക് ഒരിക്കലും ചെയ്യാത്ത പ്രവാചകനോടാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്, താങ്കൾ ശിർക്ക് ചെയ്താൽ ഈ പ്രവാചകത്വം താങ്കളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, താങ്കളുടെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്ത് സുമറിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ അമലുകളുടെ മാനദണ്ഡം തൗഹീദാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. മറ്റൊന്നെന്താ അറിയോ സഹോദരങ്ങളെ, ജീവിതം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്വർഗം കിട്ടണം. വേറെ ലക്ഷ്യം ആർക്കുമില്ല. കാരണം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരു സത്യമാണ്. അവിടെ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയോട് അല്ലാഹ് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, അവന് പിന്നെ സ്വർഗം ലഭിക്കുകയില്ല. വമഅവാഹുന്നാർ, അവനെ നരകത്തിലേക്കാണ് അല്ലാഹു മടക്കിക്കൊണ്ടു പോവുക. വമാ ലിദ്ദാലിമിന മിൻ അൻസ്വാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അക്രമകാരികൾക്ക് ഒരു സഹായിയും ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നെന്താണെന്നറിയോ, ഒരു മനുഷ്യന്, ഒരു സൃഷ്ടിക്ക് തന്റെ സൃഷ്ടാവിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മയാണ് അവൻ ആ സൃഷ്ടാവായ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ കുഞ്ഞു മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. വഇദ് ഖാല ലുക്മാനു ലിബ്നി, ലുക്മാൻ അലൈഹിസ്സലാം തന്റെ കുഞ്ഞു മകനെ വഹുവ യഅ്ലുഹു, മകനെ ഉപദേശിക്കുകയായിരുന്നു. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ഷിർക്കാകുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് തന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുക എന്നതാണ് പ്രഥമ കടമ. ഒരു വാപ്പയെ വാപ്പയായി അംഗീകരിക്കലാണ് മകന്റെ പ്രഥമ ഉത്തരവാദിത്വം. ഇതെന്റെ വാപ്പയാണ് എന്ന് പറയുമ്പോഴാണ് ആ വാപ്പ പറയുന്ന വാക്കിന് വില ഉണ്ടാകുന്നത്. ആ വാപ്പയോട് പിന്നെ എന്തൊക്കെ സേവനങ്ങൾ ചെയ്താലും ആ വാപ്പക്ക് തൃപ്തി വരണമെങ്കിൽ എന്റെ മോനാണിതെന്ന് പറയാനുള്ള യോഗ്യത ഉണ്ടാവണം. ഇത് നാട്ടില് നമ്മളൊരു ഉദാഹരണം പറയുന്നതാണ്. അതുപോലെയല്ല കേട്ടോ, റഹ്മാനായ റബ്ബിനെ അംഗീകരിക്കാൻ ഒരു അടിമ തയ്യാറാകുമ്പോഴാണ് റഹ്മാനായ റബ്ബ് അവന് സ്വർഗം നൽകുക എന്ന തിരിച്ചറിവാണ് ഇത് മുഖേന ഉണ്ടാവേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഈ സമൂഹത്തോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, തൗഹീദിൽ നിന്ന് പിഴക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളോട് പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഉപമ എങ്ങനെ അറിയോ, ഒരു രാത്രിയിൽ കറുത്ത ഉറുമ്പ് നമ്മുടെ ശരീരത്തിൽ എഴിയ, അല്ലേ? അപ്പോ നമുക്ക് കാണാൻ പറ്റില്ല, അതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അത്ര ലാഘവത്തോടു കൂടി രഹസ്യമായി നമ്മിലേക്ക് അത് എത്തുമെന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവ്, അല്ലാഹുവാണ് സത്യം, ലശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംല്, ആ ദബീബിൻ നംൽ ഉണ്ടല്ലോ, എറുമ്പതിന്റെ കാലിൽ ഇഴഞ്ഞിഴഞ്ഞ് നിങ്ങൾ കാണാത്ത ഗോപ്യമായി വരുന്നത് പോലെ നിങ്ങൾ അറിയാതെ നിങ്ങളെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സമൂഹത്തിലും ശിർക്ക് വ്യാപിക്കും, സൂക്ഷിക്കണേ. ആ ഹദീസിന്റെ അവസാനം എന്താ അറിയോ, റസൂലുള്ളാഹി പഠിപ്പിക്ക ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക് വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് നാഥാ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മറ്റൊന്നുകൂടി പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ പാപമോചനം തേടുന്നു, ലിമാല ആലം, അറിയാതെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ എന്നിൽ വരുന്ന ശിർക്കിനെയും നാഥാ എനിക്ക് പുറത്തു നൽകണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം. അറിഞ്ഞും അറിയാതെയും ഇത് സംഭവിക്കുന്ന. അതുകൊണ്ട് വിശ്വാസികളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്
ഇത് ഈ സമൂഹത്തെ പഠിപ്പിക്കണം. പ്രവാചകന്മാർ തുടർച്ചയായി ഈ ഭൂമി ലോകത്തേക്ക് വരേണ്ടി വന്നതും ജനങ്ങളൊക്കെ ഈ പവിത്രമായ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്നും തെറ്റിപ്പോയപ്പോഴാ. വിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കി. സൂറത്ത് അംബിയ 25-ാമത്തെ വചനം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, നിനക്ക് മുമ്പ് പ്രവാചകരെ ഒരു നബിയെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് ബോധനം നൽകാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും നിനക്കോ നിന്റെ മുമ്പോ ഞാൻ അയച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ അംബിയാനെ കുറിച്ച് പറഞ്ഞപ്പോ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നി ലക്കും നദീർ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. പറയണം അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് നീ അവരെ പഠിപ്പിക്കണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമുദായത്തിലേക്ക് ഹൂദ് അലൈഹിസ്സലാമിനെ അയച്ചു. ഖാല യാ ഖൗമി, ജനതയോട് അദ്ദേഹം പറഞ്ഞു, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വഇലാ സമൂദിൻ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചു. ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചു കൊണ്ട് പറഞ്ഞു, വഇലാ മദിയൻ, മദീനയിലേക്ക് ശുഐബ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹുവിനല്ലാത്തൊരു ആരാധനക്കർഹനില്ല. അതെ, ആ തൗഹീദ് ഉണ്ടല്ലോ, അള്ളാഹിനോട് മാത്രം ചോദിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലെ, ജാറത്ത് പോകാൻ പാടില്ല, ഐക്കല്ല് കെട്ടാൻ പാടില്ല, മമ്പുറത്ത് പോകാൻ പാടില്ല, പൊന്നാനിയിൽ തങ്ങളെടുത്ത് പോകാൻ ഒന്നും പാടില്ല. അള്ളാഹിനോട് മാത്രം ചോദിക്കുക. 3 പള്ളികളിലേക്ക് സിയാറത്ത് തന്നെ പ്രതിഫലം ആഗ്രഹിച്ചു പോകാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഐക്കൽ ഉപയോഗിച്ചാൽ, ഏലസ് ഉപയോഗിച്ചാൽ, ചരട് ഉപയോഗിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇടതേടാൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു തോടുമായിരുന്നു. ചെയ്തില്ലല്ലോ സഹോദരങ്ങളെ. ഇത്ര ശുദ്ധമാണ് ഈ വിശ്വാസം. അല്ലാഹ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്തുകൊണ്ട് ഇത് ഉറക്കെ പറയുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കിനെ മാത്രമല്ല, ഷിർക്ക് വരാനുള്ള സകല സാധ്യതകളെയും പ്രവാചകൻ ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ പറ്റും, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യം ബുനാവത്ത് എന്നൊരു സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ ബലിയറുക്കണം. ആ ബലി അറുത്തിട്ട് അത് ആളുകൾക്കൊക്കെ ദാനം ചെയ്യണം. അതേ അദ്ദേഹത്തിന് ഉദ്ദേശമുള്ളൂ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഒട്ടകത്തെ അറുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ 2 ചോദ്യം എന്നറിയോ? ഫസഅല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി മനുഷ്യനോട് ചോദിച്ചു, ഹൽ കാന ഫീഹി വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ അഅ്ബുദ്, അവിടെ നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നേർച്ച നേരാൻ ഉപയോഗിച്ചിരുന്ന വല്ല ബിംബങ്ങളോ മറ്റു സംഗതികളോ അവിടെ ഉണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ലാ, ഇല്ല, അതൊരു നാടാണ്. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, ഫഹൽ കാന ഫീഹാ ഈദും മിൻ അഅയാദിഹിം, നിങ്ങൾ ജാഹിലിയത്തിൽ വല്ല ആഘോഷങ്ങളും നടത്താൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നോ അത്? ഖാലു ലാ, ഇല്ല. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന് അവിടെ കൊണ്ടുപോയി അറുത്തോ. അല്ലെങ്കിൽ എന്താ, ക്രമേണ അതിലേക്ക് അവർ സാദൃശ്യപ്പെടുകയും അതിന്റെ ആളുകളായി തീരുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഹുനൈൻ യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹിയും സഹാബത്തും പോകാം. ആ സമയത്ത് ആ ജാഹിലിയത്തിൽ നിന്നിങ്ങനെ തിരിച്ചു വന്ന് ഇസ്ലാമിൽ ഇങ്ങനെ വന്ന് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു പോകുന്ന ഘട്ടത്തിലാണ് അവിടെ ദാത്തു അൻവാത്ത് എന്നൊരു മരം കണ്ടത്. അവർ ജാഹിലിയ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോ, നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോ തങ്ങളുടെ വാളും ആയുധങ്ങളും വസ്ത്രങ്ങളൊക്കെ തൂക്കി പ്രാർത്ഥിച്ചിരുന്ന ഒരു വൃക്ഷമായിരുന്നു അത്. റസൂലുള്ളാഹിനോട് പറയാ, റസൂലേ, ഇങ്ങനെ ഒരു ദാത്തു അൻവാത്ത് ഞങ്ങൾക്കും ഉണ്ടാക്കി തന്നുകൂടെ? റസൂലുള്ളാഹി ദേഷ്യത്തോട് കൂടി ചോദിച്ചു, കമാ ഖാല ഖൗമു മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത മൂസാ നബിയോട് ചോദിച്ച വർത്തമാനമാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? മൂസാ നബി ചോദിച്ചത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയോട് ജനത ചോദിച്ചത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ഇലാഹൻ ഉണ്ടാക്കിക്കൊണ്ട.
ആ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ വൃക്ഷത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നശിപ്പിച്ചു കളഞ്ഞു. അതെ, ശിർക്ക് വരുന്ന എല്ലാ വാതിലുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു എന്ന് മാത്രമല്ല, ഈ വരുന്ന സമൂഹത്തിന് ഇതൊരു അപകടമുണ്ട് എന്ന് പ്രവാചകൻ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവചിക്കുകയും ചെയ്തു. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പൂർവികരെ പിൻപറ്റുക തന്നെ ചെയ്യും, മുൻകാലക്കാരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ടൊരു ഉപമ പറഞ്ഞു, ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ തബിഅത്തുമൂഹും. ഈ ആളുകള് ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് കയറിയാൽ അതിന്റെ പിന്നാലങ്ങളോട് കയറിപ്പോവും. അത്രമാത്രം ദുഷിക്കുന്ന ഒരു കാലം വരുന്ന. ഖുൽനാ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ പിന്തുടരുന്ന ആ സമൂഹം എന്ന് പറയുന്നത് അൽ യഹൂദ വന്നസ്വാറ, ക്രൈസ്തവരും ജൂതന്മാരുമാണോ റസൂലെ? റസൂൽ മറുപടി പറഞ്ഞു, ഫമൻ, വേറെ ആരെക്കുറിച്ച്? അവരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന്. അല്ലേ, കാലം മുന്നോട്ട് പോകും തോറും പലവിധ ന്യായങ്ങൾ നിരത്തി മറ്റുള്ളവരുടെ ആരാധനകളും മറ്റുള്ളവരുടെ ആഘോഷങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിയിട്ടില്ലേ? മുസ്ലിങ്ങളെ പേരിൽ ആഘോഷിക്കുന്ന ഓരോന്നെടുത്തു നോക്ക്, അതൊക്കെ ഓരോരുത്തരെ പിന്തുടർച്ചേ. നബിദിനാകട്ടെ മറ്റാഘോഷങ്ങളാകട്ടെ ഒക്കെ എങ്ങനെ ദീനില്ല മാത്രം ചെയ്യൂല, ദീനില്ലാത്തിന് വലിയ പവിത്രത കൽപ്പിക്കുകയും ചെയ്യും. രണ്ട് ആഘോഷങ്ങളുടെ മുമ്പിലാപ്പം മനുഷ്യന്മാരുള്ളത്, അല്ലേ? അത് ആരുടെ ആഘോഷ? മറ്റുള്ളവരുടെതാ. അത് സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക സഹോദരങ്ങളെ? പിൻപറ്റുന്ന റസൂലുള്ളാഹി പറഞ്ഞത് അവരോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ആദരവില്ലാഞ്ഞിട്ടല്ല, അവരുടെ ആഘോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും നമ്മുടേത് കൂടിയാകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗം, ഒരു ജനതയോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ ഫഹുവ മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരായിരിക്കും എന്നാണ്. അവരെ കോലത്തിലായി മാറും നിങ്ങൾ എന്നാണ്. നാളെ പരലോകത്ത് രക്ഷ ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ സ്വർഗത്തിന്റെ വഴി എന്ന് പറയുന്നത് തൗഹീദിന്റെ വഴിയാണ്. അത് അല്ലാഹ് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം ലഭിക്കുള്ളൂ. അല്ലാതെ നാട്ടിൽ പലതുണ്ടാകും, ആ നാട്ടിലുള്ള എല്ലാതും എന്റെയും ആഘോഷമാക്കി മാറ്റാൻ, എന്റെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇതിനൊക്കെ എതിരെ സംസാരിച്ച ഓൻ വലിയ തീവ്രവാദിയായി, ഓൻ ഭീകരവാദിയായി. തന്റെ ജീവിതത്തിന്റെ ആദർശത്തെയും തന്റെ സ്വർഗവഴിയെയും സംരക്ഷിക്കുവാനുള്ള മാർഗമാണ് ഇത് എന്ന് പറയുമ്പോ അവന്റെ വീട്ടില് സ്റ്റാർ തൂങ്ങൂല. ആ ആഘോഷങ്ങളിൽ നിന്ന് അവൻ സ്നേഹത്തോടു കൂടി മാറി നിൽക്കും. കാരണം അവൻ ആഘോഷമുണ്ട്, അള്ളാന്റെ റസൂലും പഠിപ്പിച്ചൊരാഘോഷം. അതിനപ്പുറത്ത് അവനെ തെറ്റിലേക്കും തിന്മകളിലേക്കും അഴിഞ്ഞാട്ടങ്ങളിലേക്കും സാമൂഹ്യ ദ്രോഹങ്ങളിലേക്കും മ്യൂസിക്കിന്റെയും ലഹരിയുടെയും ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആഘോഷങ്ങൾ കാണുമ്പോ എട്ടടിയല്ല, അവൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങൂല. കാരണം അത്രമാത്രം ദുഷിച്ചൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള ഈ ജീവിതം എന്തിന് സഹോദരങ്ങളെ നിസ്സാരമായി നഷ്ടപ്പെടുത്തുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേരറ്റു പോകാൻ ശ്രമിക്കുന്ന അള്ളാഹുവിന്റെ പവിത്രമായ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ആ വിശ്വാസം നെഞ്ചേറ്റിക്കൊണ്ട് ചെയ്യല്ലേ അള്ളാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥന നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവണേ എന്ന് ഖുർആനിന്റെയും പ്രവാചക തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്, ബാധ്യതയുടെ ഭാഗമാണ്. എങ്കിലേ നമുക്ക് അള്ളാഹ് വിളിക്കുമ്പോ സ്വർഗ കവാടങ്ങൾ എട്ടും തുറക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ആ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകന്മാർക്ക് ശേഷം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രബോധന ദൗത്യമേറ്റെടുത്ത ഏതൊരു മുഅ്മിനിനോടും പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളത് പ്രഥമ പ്രബോധനം തൗഹീദ് മാത്രമായിരിക്കണം എന്നതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രവാചകൻ ദാഇയായി ഗവർണറായി അയക്കുമ്പോൾ പ്രവാചകന്റെ ഉപദേശം ഇങ്ങനെയായിരുന്നു: ഫല്യകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈഹി, നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ശുദ്ധമായ തൗഹീദിലേക്കാണ് മുആദേ താങ്കൾ യമനിലെ ജനങ്ങളെ ക്ഷണിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ നാടിന്റെ പശ്ചാത്തലവും സാഹചര്യവും ഒന്നും മനസ്സിലാക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ, പണ്ഡിതന്മാർ എന്ന് ആക്ഷേപിക്കപ്പെടാറുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയം പറയുമ്പോൾ വളരെ നസീഹത്തോടു കൂടി തന്നെയാണ് തൗഹീദിന്റെ കാര്യങ്ങൾ പറയേണ്ടത്. വളരെ കൃത്യവും വ്യക്തവുമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഗുണകാംക്ഷയോടു കൂടി തന്നെയാണ് കുടുംബത്തെയും നാട്ടുകാരെയും ഉപദേശിക്കേണ്ടത്. ഇടമുറിയാതെ അങ്ങനെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, എത്ര നസീഹത്ത് ഉണ്ടായാലും ഈ ഒരു വിഷയം ജനമനസ്സുകളിലേക്ക് കൃത്യതയോടുകൂടി എത്തിയാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗുണകാംക്ഷയുള്ള മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വഹി ലഭിക്കുന്ന പ്രവാചകൻ, തന്റെ ജീവിതത്തിൽ ഏതൊരാളോടും കാരുണ്യത്തോടും വിനയത്തോടും മാത്രം സംസാരിച്ചുന്ന പ്രവാചകൻ, അളന്നു മുറിച്ച് വ്യക്തതയോടുകൂടി കേൾക്കുന്നവന് സുതരാം വ്യക്തമാകുന്ന വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ പ്രവാചകൻ. പക്ഷേ തന്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് അബൂലഹബാണ്. തന്റെ പിതൃവ്യൻ തബ്ബൻ ലക്, മുഹമ്മദേ നിനക്ക് നാശം, അലി ഹാദാ ജമഅതന, ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യമായി പ്രശ്നമുണ്ടാക്കുന്നത് കാണുവാൻ പറ്റും. അതെ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ കട്ടപിടിച്ചിരിക്കുന്ന ഒരു വിശ്വാസം, പിശാചുറപ്പിച്ചു വെച്ച വിശ്വാസം, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടും എന്നതാണ്. അത് അള്ളാഹു പരീക്ഷണമായി നമുക്ക് നൽകിയതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പഠിച്ച് എത്ര കൃത്യതയോടു കൂടിയാണ് അള്ളാഹ് ഈ ആശയത്തെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അത് ജീവിതത്തിന്റെ ബാധ്യതയായി നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഏറ്റവും മോശമായി പെരുമാറിയവനും സത്യം മനസ്സിലായാൽ നമ്മെ സ്നേഹിക്കും, ഏറെ സ്നേഹിക്കും. അല്ലേ, മുഹമ്മദിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വാളൂരി ഇറങ്ങിപ്പുറപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ദാറുൽ അർഖമിലെത്തിയത് വിശ്വാസിയായിക്കൊണ്ടാണ്. ആ ദാറുൽ അർഖമിന്റെ കവാടത്തിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച് 2 വരികളായി കഅബാലയത്തിലേക്ക് നടന്നു വന്നത് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് കഅബാലയത്തിന്റെ അരികിൽ നിന്ന് ഉറക്കെ പറയാനാണ്. വിശ്വാസികളെ, അത് ബോധ്യപ്പെട്ടാൽ നാം അറിയാതെ സംസാരിച്ചു പോകും. അത് അറിഞ്ഞു മനസ്സിലാക്കിയാൽ കുടുംബത്തെ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും നാം ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. വളരെ നസീഹത്തോടു കൂടി, വളരെ ഗുണകാംക്ഷയോടു കൂടി. അല്ല, ഈ ജീവിതം ഒന്നേയുള്ളൂ, നാളെ ഒന്നില്ലെന്നാണ് മനസ്സ് മന്ത്രിക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി എടുത്ത് പരിശോധിച്ചാൽ ആ മരണാനന്തര ജീവിതം നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇഹവും പരവും ചിന്തയോടുകൂടി, പഠനത്തോടുകൂടി, ധാർമ്മിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹ് നമുക്കിട്ട പേരാ മുഅ്മിൻ, അള്ളാഹ് നമുക്കിട്ട പേരാ മുത്തഖി, അള്ളാഹു നമുക്കിട്ട പേരാ തഖ്വയുള്ളവൻ. ആ തഖ്വയുള്ളവർക്കേ സ്വർഗമുള്ളൂ, മുഅ്മിനിനെ സ്വർഗമുള്ളൂ, അള്ളാഹിന്റെ ദീനിനെ ആദരിച്ചവർക്കേ സ്വർഗമുള്ളൂ, അള്ളാഹിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്നവർക്കേ സ്വർഗമുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാടിലുണ്ടാകുന്ന എല്ലാ അധർമ്മങ്ങൾക്കെതിരെയും വളരെ നസീഹത്തോടു കൂടി പ്രതികരിക്കുവാനും നന്മയിൽ നടത്തുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇസ്സത്തുള്ള ഒരു നേതൃത്വത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. കഴിഞ്ഞുപോയ കാലത്തിലെ എല്ലാ തിന്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ
മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.